ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ മറ്റു വ്ളോഗിലേക്ക് സ്വാഗതം. മത്സ്യകൃഷിയെക്കുറിച്ച് ഞാൻ നിരവധി വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഈ ഒരു കൃഷി നമുക്ക് ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാകുമോ ഇല്ലയോ, അതാണ് പലർക്കുള്ള കൺഫ്യൂഷൻ. എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാരാളം മത്സ്യങ്ങൾ, സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന മത്സ്യങ്ങൾ ധാരാളം വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അയിലയും മത്തിയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മുടെ മത്സ്യങ്ങൾക്ക് എന്താണ് ഇവിടെ ഒരു പ്രസക്തി ഉള്ളത്, അല്ലെങ്കിൽ വളർത്തു മത്സ്യങ്ങൾക്ക് പൊതുവെ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഇതിന് ടേസ്റ്റ് ഇല്ല എന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, മത്സ്യങ്ങൾ വളർത്തിയാൽ തന്നെ അതിനൊരു മാർക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തിക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ള ഒരു ആൻസറാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ ഈയിടെ കേരളത്തിൽ കണ്ട ഒരു ന്യൂസിൻ്റെ ബേസിലാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പം അത്തരത്തിൽ നിങ്ങളെ എന്താ പറയണ്ടേ, മത്സ്യകൃഷി ചെയ്യുന്നവർക്ക് ഒന്നും കൂടി ഒന്ന് പ്രചോദനമാകുന്ന തരത്തിലാണ് ഞാനിന്ന് ഈ കാര്യം നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മളൊക്കെ എന്താ ചെയ്യുക, വീടുകളിലാണ് മത്സ്യങ്ങൾ വളർത്തുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് എന്താ പറയണ്ടേ, ലൈവായിട്ട് തന്നെ നമുക്കത് പിടിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെ മത്സ്യത്തെ നമുക്ക് വെള്ളത്തിൽ നിന്ന് പിടിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു എന്താ പറയണ്ടേ, അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ആൾക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഒരു കച്ചവടം നല്ല രീതിയിൽ നടത്താൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു വലിയൊരു സാധ്യതയാണ് ശരിക്കും ഇതിൽ നമ്മൾ മുന്നിൽ കാണേണ്ടത്. നമുക്കറിയാം, ഇപ്പം ഈ കേരളത്തിൽ സാധാരണയായിട്ട് നമുക്കിപ്പോൾ ഈ സമുദ്ര മത്സ്യങ്ങൾ തന്നെ ആവശ്യത്തിൽ എത്രയാണോ ആവശ്യമുള്ളത് അത്രയധികം മത്സ്യങ്ങൾ ഇവിടേക്ക് എത്തുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക, അന്യ സംസ്ഥാനക്കാരാണ് ഇവിടെ വിപണി കീഴടക്കുന്നത്. നിങ്ങൾക്കറിയാം, അന്യ സംസ്ഥാനക്കാർ ഇവിടെ വിപണി കീഴടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇവിടെയുള്ള ഷോർട്ടേജ് അവർ മുതലെടുക്കും. അതേപോലെ തന്നെ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിലെ നല്ല ക്വാളിറ്റി മൊത്തം അവർ എക്സ്പോർട്ട് ചെയ്യുകയും അതിനുശേഷം വേണ്ടാത്ത ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ, ഒരുപാട് കെമിക്കലൊക്കെ ഇട്ട് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് അവർ ഇവിടെ സെയിലാക്കുന്നത്. പലർക്കും അത് അറിയാത്ത കാര്യമാണ്. അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ മലയാളികൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഡീറ്റെയിലേക്ക് കിടക്കാം. നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. റീസെൻ്റ് ആയിട്ട് ഇപ്പം കേരളത്തിൽ വന്നൊരു ന്യൂസാണ്. രാവിലെ നമ്മൾ എന്താ പറയണ്ടേ, മത്സ്യം വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചു. രാത്രി ഇത് കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്നും നല്ലൊരു പ്രകാശം പുറത്തേക്ക് കാണുന്നു. ഭയങ്കരമായ പ്രകാശമാണ് പുറത്തേക്ക് കാണുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ പേടിച്ചു. അവർ വേഗം മത്സ്യമൊക്കെ കളഞ്ഞു. എന്നിട്ട് ആകെപ്പാടെ ടെൻഷനിലായിരുന്നു. എന്താണ് ഇങ്ങനൊരു പ്രകാശം, മത്സ്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രകാശം പുറപ്പെടുവിക്കുന്നത് എന്ന് അവർ വളരെ അത്ഭുതത്തോടു കൂടി കണ്ടു. പക്ഷേ ഇതിൻ്റെ ഒരു കാരണം പല സ്ഥലത്തും അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ പുറത്തുനിന്ന് അന്യ സംസ്ഥാനക്കാർ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുന്ന മത്സ്യങ്ങളാണ്. ഈ മത്സ്യങ്ങൾ കാണുമ്പോൾ വളരെ നല്ല എന്താ പറയണ്ടേ, ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഈച്ചയും കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നുണ്ടാവില്ല. വാങ്ങുന്നിടത്തും നല്ല ഫ്രഷ് ആയിട്ട് കാണും. അപ്പോൾ നമ്മളെ എന്താ പറയണ്ടേ, വളരെ ധൈര്യത്തോടു കൂടി വലിയ വിലയാണ് അവർ പറയുക, വലിയ വില കൊടുത്ത് നമ്മൾ മത്സ്യത്തെ വാങ്ങിക്കും. ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ ആക്ച്വലി വരുന്നത് ഫോർമാലിൻ എന്ന കെമിക്കലിൽ മിക്സ് ചെയ്തിട്ടാണ് വരിക. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫ്രഷ്നെസ് അതേപോലെ കീപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഫോർമാലിൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഫോമിക് ആസിഡ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക, ഒരു കോമ്പൗണ്ടാണ് ഇത് ഫോർമാലിൻ എന്ന് പറയുന്നത്. ആക്ച്വലി നിങ്ങൾക്കറിയാം ഈ ഫോർമാലിൻ എന്തിനാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നതെന്ന്. മൃതശരീരം കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് ഫോർമാലിൻ എന്ന് പറയുന്നത്. ഒരിക്കൽ ഫോർമാലിനിട്ട മൃതദേഹം നമുക്ക് 6 മാസം വരെ അതേപോലെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ നശിക്കാത്ത അവസ്ഥയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള അതേ കെമിക്കലാണ് ഇന്ന് നമുക്ക് മത്സ്യങ്ങളിൽ ഉപയോഗിക്കുന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ഉപയോഗം കൊണ്ട് തന്നെ മത്സ്യങ്ങൾ വളരെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും, വാങ്ങിക്കുന്ന ആൾക്ക് എന്താ പറയുക, അത് ഫ്രഷ്നെസ് ഉണ്ടോ എന്ന് മാത്രമേ അവർ ചെക്ക് ചെയ്യുള്ളൂ. അതിലെന്താണ് കെമിക്കൽ എന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, സാധാരണക്കാരന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള മത്സ്യങ്ങളാണ് നാം ഇന്ന് മലയാളികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഫോർമാലിൻ തന്നെയാണ് നമ്മുടെ വയറ്റിലേക്ക് എത്തുന്നത്. കഴിക്കുന്ന സമയത്ത് നമ്മുടെ വയറ്റിലേക്ക് എത്തുന്നത്. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടാൻ വേറെ വല്ല കാരണവും ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സാധാരണയായിട്ട് പണ്ടൊക്കെ നമ്മൾ മത്സ്യങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ധാരാളം ഈച്ചകൾ ഇങ്ങനെ പൊതിയുന്നത് കണ്ടിട്ടുണ്ടാവും. ഈച്ചകൾ ഇങ്ങനെ ധാരാളമായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ സാധാരണയായിട്ട് മത്സ്യങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ തന്നെ നമ്മൾ വീട്ടിൽ വെച്ചാൽ തന്നെ അതിന് ഈച്ചകൾ ഇരിക്കാറില്ല. എന്താ കാരണം നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? പലരും ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് അമോണിയാണ്. നമുക്ക് അറിയാം എന്തിനാണ് അമോണിയ യൂസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. സാധാരണയായിട്ട് ഐസ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഐസ് ഒന്നും ഉരുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അമോണിയം മിക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് കുറേ കാലത്തേക്ക് വേണമെങ്കിൽ ഈ ഐസിനെ അതേപോലെ നിർത്താൻ വേണ്ടിയിട്ട് അമോണിയക്ക് സാധിക്കും. അതിൻ്റെ ബേസിലാണ് അമോണിയ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ
എന്താ പറയണ്ടേ, സോഡിയം ബെൻസോസൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. സോഡിയം ബെൻസോസൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒറ്റ ഈച്ച ഇതിനകത്ത് ഇരിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മത്സ്യങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം നമ്മൾ ഓരോ കെമിക്കലും എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ചേർക്കുന്നുണ്ടെങ്കിൽ അത് ഇത്ര അളവിലായിരിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് നിഷ്കർഷിക്കുന്നുണ്ട്. അതിൽ അമോണിയയുടെ അളവ് പറയുന്നത് 300 ppm അതേപോലെ തന്നെ ഫോർമാൽഡിഹൈഡിന്റെ പറയുന്നത് 4 ppm ആണ്. പക്ഷെ ഒരിക്കലും ഈ പറഞ്ഞ അളവിലായിരിക്കുകയില്ല ഇതിനൊക്കെ കെമിക്കൽ ഉപയോഗിക്കുന്നത്. അവർക്ക് വിൽപ്പനക്കാർക്ക് ഏറ്റവും ആവശ്യം ഇത് എത്ര കാലം കേടുകൂടാതെ നിൽക്കും അത്രയും നിൽക്കട്ടെ എന്ന് കരുതി തന്നെയാണ് അവർ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ഉപയോഗിക്കുന്നവർക്ക് ഇതിനെപ്പറ്റിയുള്ള കൃത്യമായ ധാരണകൾ ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാരാണ് ഇത്തരത്തിലുള്ള എന്താ പറയണ്ടേ, ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഒരു ചെക്കിങ്ങിന് വേണ്ട സംവിധാനം ഒരുക്കേണ്ടത്. പക്ഷേ സർക്കാരുകൾ അത് ചെയ്യാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള കെമിക്കലുകൾ ചേർത്ത മത്സ്യങ്ങൾ നമ്മുടെ കേരളത്തിൽ വരികയും സാധാരണക്കാരൻ അത് നല്ലവണ്ണം ഭക്ഷിക്കുകയും ചെയ്യും. നിരന്തരമായ രോഗങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. പാർക്കിൻസൺ പോലുള്ള, ഡിപ്രഷൻ പോലുള്ള എന്താ പറയേണ്ടത്, ആന്തരിക അവയവങ്ങളെ ഹൃദ്രോഗം വരെ വരാൻ ചാൻസ് ഉള്ളതാണ് ഇത്തരം കെമിക്കലുകൾ നമ്മുടെ ബോഡിയിലെത്തുന്നത്. അപ്പോൾ അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നമ്മൾ മത്സ്യങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് എന്താ പറയണ്ടേ, ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ എന്താ പറയണ്ടേ മത്സ്യം വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ശരിക്കും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ചെറിയ ചെറിയ മത്സ്യകൃഷി കർഷകർക്ക് നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിയുന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യുകയും അവർ വൻ ലാഭം കൊയ്യുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് മത്സ്യകൃഷി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും ആ കൂട്ടായ്മകൾ വഴി ഡയറക്റ്റ് നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയണ്ടേ, ഇത്തരത്തിൽ രോഗങ്ങളൊക്കെ വരുന്നത് നമുക്ക് തടയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ആരെങ്കിലുമൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അത്തരം ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് അവരെ കൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള വിഷം കലർന്ന മത്സ്യങ്ങൾ കേരളത്തിൽ വരുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് തടയുവാൻ കഴിയുകയില്ല. അപ്പം അതിന് പകരം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ശുദ്ധമായ മത്സ്യങ്ങൾ ഒരുപാടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവ ആളുകൾ വാങ്ങിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്നുള്ള ഇങ്ങനെയുള്ള മത്സ്യങ്ങൾക്ക് സാധ്യത കുറയും. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ വിപണനം കുറയുകയും ചെയ്യും. നമ്മുടെ മാർക്കറ്റിലുള്ള അവരുടെ വിപണനം കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കർഷകരെ നിങ്ങൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. ചെറുകിട കർഷകരുണ്ടാവും ഇതേപോലെ മത്സ്യകൃഷിയൊക്കെ ചെയ്യുന്നത്. അവരിൽ നിന്നും ശുദ്ധമായ മത്സ്യങ്ങൾ വാങ്ങി നിങ്ങൾ ഭക്ഷിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിലുള്ള മലിനമായ, കണ്ണിന് ഒരിക്കലും മനസ്സിലാവില്ല, കാണുമ്പോൾ വളരെ ഭംഗിയെന്ന് തോന്നുന്ന അല്ലെങ്കിൽ വളരെ ഫ്രഷ് എന്ന് തോന്നുന്ന അങ്ങനെയുള്ള മത്സ്യങ്ങളായിരിക്കും നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുക. പക്ഷെ ഒരിക്കലും വിശ്വസിക്കരുത്. ഇങ്ങനെയുള്ള വലിയ ചതിക്കുഴികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇനി മുന്നോട്ട് നീങ്ങുക. ഇത്തരത്തിലുള്ള എന്താ പറയണ്ടേ ഇതര സംസ്ഥാനക്കാരെ പ്രതിരോധിക്കുന്ന എന്തെങ്കിലും സംവിധാനം നമ്മുടെ സർക്കാർ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്ന് നിങ്ങളോട് വിട പറയുന്നു. ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.